പാവം പെങ്കൊച്ചിന് ചതിച്ചിട്ട് ഇത് നാടകം കളിക്കുന്ന നീ ഓരോന്നോ പറഞ്ഞ് പറ്റിച്ചിട്ട് ഇപ്പൊ ആ കൊച്ചിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയോ? എന്റെ എന്തോ ഭാഗ്യത്തിനാണ് ഞാൻ ഇതൊക്കെ അറിഞ്ഞത്. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. നീ ഇനി ഒന്നും പറയണ്ട, ഇറങ്ങി പോ. എടാ, നീ നമ്മുടെ കാര്യം എപ്പോഴാ വീട്ടിൽ പറയുന്നത്? പറയാം, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. അല്ല, അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിക്കണ്ടേ? അതിന് കുറച്ച് സമയം വേണം. അതിനിപ്പോ എന്താ, നിനക്ക് 19 വയസ്സായില്ലേ? ഞാൻ എന്തായാലും വീട്ടിൽ പറ. അമ്മയ്ക്ക് ഓക്കെ. എന്റെ ഒരു ഇഷ്ടത്തിന് അമ്മ എതിരെ നിൽക്കൂല. നമുക്കെന്തായാലും നോക്കാം. രേവതി, പിന്നെ എനിക്ക് കല്യാണത്തിന് ഒരു 1 ഇയർ സമയം വേണം കേട്ടോ. അല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്, അതാ. ഒരു മിനിറ്റ്. ഹലോ, നീ എന്തിനാ ഇപ്പോൾ വിളിച്ചേ? സാറിനെ, നീ എവിടാ? ഞാൻ എവിടെ? നിനക്കെന്താ? എന്താ കാര്യം? സാറിനെ, എനിക്ക് ഈ സിറ്റുവേഷൻ ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എനിക്ക് കണ്ടേ പറ്റും. നമുക്കൊന്ന് മീറ്റ് ചെയ്യാമോ? സാറിനെ, ഞാൻ ഇറങ്ങട്ടെ? അല്ല, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഒരു മിനിറ്റ്. ആരാ ഇത്? ആരാ? നിനക്കെന്താ? അപ്പോൾ ഓഫീസിലല്ലേ? ഞാൻ എവിടെയായാലും നീ അറിയേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ? വെച്ചിട്ട് പോയെ. എന്തുകൊണ്ട് സൗണ്ട് വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല അമ്മ. സരൻ വന്നോ? വൈകുന്നേരം വന്നല്ലോ. നിന്നെ വിളിച്ചില്ലേ? ഇപ്പോൾ വർക്കിലൊക്കെ ബിസി ആയതുകൊണ്ട് എന്നെ വിളിക്കുന്നതൊക്കെ കുറവാ അമ്മ. അമ്മയുടെ ഹെൽത്ത് എങ്ങനെയുണ്ട്? എൻ്റെ ഹെൽത്തൊക്കെ ഓക്കെ. പിന്നെ നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഈ കല്യാണക്കാര്യം ഇത്രയും നീട്ടിക്കൊണ്ട് പോണത്? എനിക്ക് ഓക്കെ ആണമ്മ. അമ്മയുടെ മോനാണ് സെറ്റിലായിട്ടൊക്കെ മതിയെന്ന് പറഞ്ഞ്. അമ്മനൊന്ന് ചോദിച്ചു നോക്ക്. അമ്മ, ഞാൻ വിളിക്കാമേ. ശരി മോളെ. എന്താണ് എൻ്റെ പൊന്നുമോൻ്റെ ഉദ്ദേശം? ഇപ്പം തന്നെ വയസ്സ് 10-30 ആയില്ലേ? നമുക്കേ അടുത്ത ആഴ്ച ശ്രേയയുടെ വീട്ടിൽ പോയി കല്യാണ കാര്യം സംസാരിച്ചാലോ? നീ എന്തു പറയണു? അമ്മ, ഞാൻ പറയാം അമ്മ. എടാ, എത്ര നാളെയുടെ എല്ലാവരും ഒന്ന് കണ്ടിട്ട്. എന്തായാലും ട്രിപ്പിന് ഞാനുണ്ട്. നമുക്ക് അടിച്ച് പൊളിക്കണം. നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്, നീയാണ് വരാത്തത്. എടാ, അത് ജോലി തിരക്ക് കാരണമല്ലേ അളിയാ. നമുക്ക് ഇപ്രാവശ്യം പൊളിക്കാം. നമുക്കൊന്നും ജോലി ഇല്ലല്ലോ. എനിക്ക് കേട്ട പെമ്പിളേരെ പുറകെല്ലാം ഒരു കുഴപ്പമില്ലല്ലോ. ഇന്ന് അവള് നിന്റെ അടുത്ത് വേണ്ടെന്ന് പറഞ്ഞാ? മോനെ, എടേ, ഒരു മിനിറ്റ്, ഞാൻ പൊളിക്കാമേ. എന്തു പറ്റമ്മ? ഉറങ്ങില്ലേ? ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ആഹാ, കൊള്ളാലോ. ശ്രേയ വിളിച്ചായിരുന്നോ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചോളാം. എൻ്റെ കോളേജിലെ ഫ്രണ്ട്സായിട്ട് വീഡിയോ കോളിലാണ്. അവളെ ഒന്ന് വിളിക്കണേ. എന്നാ ശരി, ഗുഡ് നൈറ്റ്. ഹാപ്പി ബർത്ത്ഡേ. എടി, എന്താ നിൻ്റെ ഉദ്ദേശം? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാനും റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യരുതെന്ന്. നമ്മളറിയാവുന്ന എല്ലാവർക്കും നമ്മുടെ റിലേഷൻഷിപ്പ് അറിയാം. പിന്നെന്താ? അല്ലാതെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടി നീ അറിയിക്കുന്നതല്ല അല്ലേ? നീ ഇത്ര പെട്ടെന്ന് മാറിപ്പോയെ? എടി, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഞാൻ നിന്നോട് പറയാ ശ്രേയ, എനിക്ക് നിന്നെ വേണ്ട. എടാ, നീ എന്തിനാടാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? അമ്മ ഇപ്പം എങ്ങനെയുണ്ട്? 2 മാസം റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. വേദന എങ്ങനെയെങ്കിലും സഹിക്കാം. ഇവൻ്റെ ജോലി പോയതിലാണ് എനിക്ക് സങ്കടം. മോനെ, അവർ തന്നെ വിളിച്ചാ?
അമ്മ ഞാൻ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അവർ 3 ദിവസത്തിൽ പറയാമെന്നാണ് പറഞ്ഞേ. എടാ, അതിലിനി വലിയ ഹോപ്പ് വെക്കണ്ട. ഈ എക്സ്പ്ലനേഷൻ എന്നൊക്കെ പറയുന്നത് പുറത്താക്കുന്നതിന് മുമ്പുള്ള യൂഷ്വൽ പ്രൊസീജിയറാണ്. എടി പിന്നെ ഇപ്പം ഞാനെന്ത് ചെയ്യും? അതും അമ്മ ഇങ്ങനെ ഇരിക്കുമ്പോൾ. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. ഞാൻ നിൻ്റെ CV ഒരു കമ്പനിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. മോസ്റ്റ്ലി അടുത്ത ആഴ്ച എന്തായാലും ഇൻ്റർവ്യൂ കാണും. പിന്നെ CEO-നെ എനിക്ക് അറിയാവുന്ന ആളായതുകൊണ്ട് ഞാൻ വിളിച്ച് പറഞ്ഞോളാം. പിന്നെ അമ്മയുടെ കാര്യം, നീ എന്തായാലും രാവിലെ പോയി കഴിഞ്ഞാൽ ഈവനിങ് ഇങ്ങ് വരുമല്ലോ. അതുവരെയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിയാൽ പോരെ? മോളെ 2 മാസമൊക്കെ മോളെ ബുദ്ധിമുട്ടിക്കാന്ന് പറഞ്ഞാൽ അമ്മ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടേ. ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? കല്യാണത്തിന് മുമ്പേ അമ്മായിമ്മ പോര് തുടങ്ങുവാണോ? പിന്നെ ഈ കോൺഫിഡൻഷ്യൽ ഫയൽസിൻ്റെ ഇഷ്യൂ കാരണമാണ് പഴയ ജോലി പോയതെന്നും അവിടെ ചെന്ന് ആരടുത്തും പറയാൻ നിൽക്കല്ലേ. കഷ്ടപ്പെട്ട് സെറ്റാക്കിയതാണ്. എന്നാൽ പിന്നെ ഇൻ്റർവ്യൂവിന് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യും. എന്താ മോളെ മുഖം വല്ലാതിരിക്കണേ? ആകെ കോലം കെട്ടുപോയല്ലോ. അമ്മ, അതിപ്പോൾ ഓവർ ടൈം വർക്കൊക്കെ അല്ലേ, അതിൻ്റെ ആയിരിക്കും. ആരോഗ്യം കൂടെ നോക്കണ്ടേ മോളെ? അമ്മ, സരിൻ എവിടെ? ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവൻ മുകളിലുണ്ട്. ബർത്ത്ഡേ ആയിട്ട് 2 പേരും കറങ്ങാനാണ് പ്ലാൻ അല്ലേ? ആ ഞാൻ ഫ്രീയാ. എന്താ ചോദിച്ചേ? അല്ല, ഞാനേ ഇന്ന് ഹോസ്പിറ്റലിൽ പോയില്ല, ലീവാക്കി. എനിക്ക് 2-3 സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. നീ എന്നെ ഒന്ന് പിക്ക് ചെയ്യോ? ആ പിന്നെന്താ? പിന്നെ നല്ല കുളിച്ച് കുട്ടപ്പനായിട്ട് വരണേ. ഒരു സർപ്രൈസ് ഉണ്ട്. കുളിച്ച് ഓക്കെ. കുട്ടപ്പൻ ഓക്കെ. കുളിച്ച് കുട്ടപ്പനെ ഞാൻ 1/2 മണിക്കൂർ ഇറങ്ങാം. ശരി. ആഹാ, പുതിയ ഷർട്ടാണല്ലോ. ആരാ എടുത്തു തന്നെ? ഞാനാ മോളെ. ഓ, നീ എപ്പോഴാണ് വന്നേ? ഞാൻ വന്നിട്ട് കുറച്ചായി. ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ്. അമ്മ, ഞാൻ ഒന്ന് പുറത്തോട്ട് വരാമേ. അപ്പം നീ മോളുടെ കൂടെ അല്ലേ പുറത്ത് പോണേ? അല്ലമ്മ, എനിക്കൊരു ഫ്രണ്ടിനെ കാണണതാ. അല്ല, പോകുന്ന വഴിക്ക് എന്നെ ജംഗ്ഷനിലാക്കിയാൽ മതി. ഇല്ല, ഫ്രണ്ട് വഴിയിൽ നിന്നാണ് കയറുന്നത്. നീ അതിന് കാറിലല്ലേ പോണേ? ആ ഫ്രണ്ടിനെ ഞാൻ കണ്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മ ഞാൻ പോയിട്ട് വരാം. ഡേ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഹലോ. ഞാൻ ഇറങ്ങി. ഓക്കെ. ആരാ കൂടെ വരുന്നത്? ആര് കൂടെ വന്ന് നിനക്കതടി? എൻ്റെ ജീവിതത്തിൽ നടക്കുന്നൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? മേലെ എൻ്റെ മുന്നിൽ ഇനി വന്നു വരുത്. ഇറങ്ങി പോടി. അതെ, അമ്പലത്തിലേക്കാണ് വരണമെങ്കിൽ പറയണ്ടായിരുന്നോ? ഞാൻ മുണ്ട കൊടുത്ത് വരില്ലായിരുന്നോ? അതിനിപ്പോ എന്താ, ഇതും കൊള്ളാലോ, ഒരു രസമൊക്കെ ഉണ്ട്. അയ്യോ, ചന്ദനം തൊട്ടില്ലല്ലോ. ഇന്ന് തന്നെ അതെ, ഇങ്ങോട്ട് നോക്കിയേ. ഫോട്ടോ എടുക്കണ്ട. അല്ല, ഫോട്ടോ എടുത്തോ, പക്ഷെ അത് എവിടെയും ഷെയർ ചെയ്യരുത്. നീ ഇത് പല തവണയായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഫോട്ടോ എടുക്കാൻ പാടില്ല, എടുത്താൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊന്നും അല്ല. അങ്ങനെ ഇപ്പോൾ എടുത്താൽ എന്താ കുഴപ്പം? രേവു, അതുകൊണ്ടല്ല. ഈവിലൈസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ചില ആളുകൾ കണ്ണ് വയ്ക്കും, അതാ. ഓ പിന്നെ ഈവിളെ. എടാ, നമ്മൾ സിൻസിയർ ആണെങ്കിൽ പിന്നെ ആര് കണ്ണു വെച്ചാൽ എന്താ കുഴപ്പം? എടി, എന്നാലും
ഇപ്പം വേണ്ട, നമുക്ക് പിന്നെ എടുക്കാം. ഞാൻ നോക്കി ടെസ്റ്റ് റിപ്പോർട്ട്സ് ഒക്കെ നോർമലാണ്, പക്ഷെ BP ഭയങ്കര ലോ ആണല്ലോ. എന്തു പറ്റി? രാത്രി ഉറക്കമൊന്നും പ്രോപ്പർ അല്ലേ? ഡോക്ടർ ഇപ്പോൾ ഒന്ന് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. എന്തു പറ്റി? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? എന്തെങ്കിലും വർക്ക് പ്രഷറോ പേഴ്സണൽ പ്രോബ്ലമോ അങ്ങനെ എന്തെങ്കിലും? എന്തുണ്ടെങ്കിലും ശ്രേയ ഓപ്പണായിട്ട് പറയണം, എന്നാലേ എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഡോക്ടർ, ഞാനൊരു റിലേഷൻഷിപ്പിലാണ്. പക്ഷേ ഈ ഇടയ്ക്കായിട്ട് അയാൾ എൻ്റെ അടുത്ത് ഭയങ്കര ഹാർഷായിട്ടാണ് സംസാരിക്കുന്നത്. മനഃപൂർവ്വം എപ്പോഴും എന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലെയൊക്കെ. ഞാൻ നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം തൊട്ട് അവനുമായിട്ടുള്ള കല്യാണത്തിന് വീട്ടിൽ ഭയങ്കര പ്രഷറാണ്. എടോ, തനിക്ക് ഓക്കെ അല്ലാത്ത റിലേഷൻഷിപ്പ് ആണെങ്കിൽ താൻ എന്തിനാ അതുമായിട്ട് മുന്നോട്ട് പോകുന്നത്? ഡോക്ടർ, എനിക്ക് അവനില്ലാണ്ട് പറ്റില്ല. വേറൊരാളെ ലൈഫ് പാർട്ട്ണറായിട്ട് ചിന്തിക്കാൻ പോലും പറ്റൂല. എൻ്റെ അമ്മയ്ക്കും ഞാനെന്ന് പറഞ്ഞ ജീവന്. അവനും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പം എൻ്റെ അടുത്ത് നിന്ന് കിട്ടേണ്ടതൊക്കെ കിട്ടിയെന്നായപ്പോൾ എന്നെ ഒഴിവാക്കുന്നതായിരിക്കും. എടോ, താനിങ്ങനെ കരയാതെ. ശ്രേയ ഇപ്പം എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നുണ്ടോ? മെഡിസിൻസ് എനിക്ക് സ്ട്രെസ് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റാത്ത സമയങ്ങളിൽ എനിക്ക് ഡോക്ടർ ഒരു മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഓ, ഇതൊക്കെ ഹൈ ഡോസാ. ഞാൻ വേറെ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാം. ഇതാണോ തൻ്റെ ലവർ? അത് ഡോക്ടർ, ആ, ഈ മെഡിസിൻ കഴിച്ചിട്ടേ 2 ദിവസം കഴിഞ്ഞ് ഒന്നെടുത്താൽ വന്നാൽ മതി. എന്തൊരു കാണണം എന്ന് പറഞ്ഞേ? ആരാ ശ്രേയ? എന്താ, നീ ആ പേര് കേട്ടിട്ടില്ലേ? അത് ഞാൻ പറയണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ നീ എന്താ പറയാത്ത? പാവം പെങ്കൊച്ചിന് ചതിച്ചിട്ട് ഇത് നാടകം കളിക്കുന്ന നീ ഓരോന്നോ പറഞ്ഞ് പറ്റിച്ചിട്ട് ഇപ്പൊ ആ കൊച്ചിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയോ? എന്റെ എന്തോ ഭാഗ്യത്തിനാണ് ഞാൻ ഇതൊക്കെ അറിഞ്ഞത്. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. നീ ഒന്നും പറയണ്ട, ഇറങ്ങിപ്പോ. അവിടെ നിന്നേ. എന്താ? ഞാൻ നിന്റെയും ശ്രേയുടെയും കല്യാണം നടത്താൻ തീരുമാനിച്ചു. അത് അമ്മ മാത്രം ഒറ്റയ്ക്കങ്ങ് തീരുമാനിച്ചാൽ മതിയാ? എനിക്ക് എന്തായാലും അവളെ കെട്ടാൻ താല്പര്യമില്ല. നീ വളർന്നെന്ന് ഞാൻ നോക്കൂല. ഒന്ന് തന്നാ ഉണ്ടല്ലോ, ഒരു പെൺകൊച്ചിന്റെ ജീവിതം തുളച്ചിട്ട് അവൻ പറയണേ കേട്ടില്ലേ? അമ്മയ്ക്കിത് എന്തമ്മ? ഇതെൻ്റെ ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നത്. അമ്മ, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. സോറി അമ്മ, പറ്റിപ്പോയി. എനിക്കിത് വിശ്വസിച്ച് ആരുടെ അടുത്ത് പറയാൻ പോലും പറ്റൂല. അമ്മ, എന്നെ കൈവിടല്ല അമ്മ. എനിക്കും കുഞ്ഞിന് അമ്മ മാത്രമേ ഉള്ളൂ.
അമ്മ ഇവള് പറഞ്ഞൊന്ന് വിശ്വസിക്കല്ലേ? പിന്നെ ഞാൻ ആര് പറയണ വിശ്വസിക്കണം? സ്നേഹിച്ച പെണ്ണിനെ ചതിച്ച നിന്നെയോ? അമ്മ അവനൊന്നും പറയല്ലേ. മോള് മിണ്ടായിരി. നാളെ തന്നെ നിന്റെ വീട്ടിൽ പോയി കല്യാണം ഉറപ്പിക്കണം. കല്യാണം നടത്താനൊക്കെ വരട്ടെ, ഇവള് പറഞ്ഞ മാത്രം കേട്ടാ പോരല്ലോ. അത് പറയാൻ നീ ആരടി? എന്ത് ധൈര്യത്തിലാണ് ഇങ്ങോട്ട് കയറി വന്നേ? ഡാ, നീ ചതിച്ച പെണ്ണെ നീ തന്നെ കെട്ടണം. വേറൊരുത്തിയെ കെട്ടാനേ ഞാൻ സമ്മതിക്കൂല. കൊള്ളാടി, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സ്വന്തം അമ്മയെ കൊണ്ട് തന്നെ മോനെ തള്ളി പറയിപ്പിച്ചില്ലേ? പിന്നെ അമ്മയെ പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം ഇവള് പറഞ്ഞ കള്ളത്തരങ്ങളൊക്കെ ഞാനും വിശ്വസിച്ചതാ. ശ്രേയ, ശ്രേയ കഥ ഓർക്ക്. എടി, ഞാൻ ഫ്രണ്ട്സിനോട് ട്രിപ്പിന് പോണില്ല. നിന്നോട് ചോദിക്കേണ്ട ഒന്നും ചെയ്യേയില്ല. നീ അവിവേകൊന്നും കാണിക്കല്. കഥ ഓർക്ക് ശ്രേയ. അപ്പൊ നിനക്കെന്നോട് സ്നേഹമുണ്ടല്ലേ? ജനനി ഇഷ്യൂ ഈ മോഡ്യൂളിലാണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് എൻക്യാപ്സുലേഷൻ പ്രോബ്ലം ആണ്. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? ഇതേ പ്രോസസ്സാണ് ബാക്കി 2 മോഡ്യൂൾസിന്. ആ, ശ്രേയ വന്നാ? നീരി ഒരു മിനിറ്റ്, ഇത് പബ്ലിഷ് ചെയ്യില്ലേ? ഓക്കെ, പിന്നെ ഒരു മിനിറ്റ് ശ്രേയ ഇരിക്കേ. ജനനി സരിന്റെ ടീമിലായിരുന്നോ? അല്ല, ഇപ്പൊ പുതിയ പ്രോജക്റ്റ് വന്നപ്പോൾ എന്നെ സരിന്റെ ടീമിലേക്ക് ആക്കിയത്. ഓ, ഈ പ്രോജക്റ്റ് എത്ര ദിവസം കാണും? ദിവസവും അറ്റ്ലീസ്റ്റ് 3 months എങ്കിലും എടുക്കും. ഞാൻ ജനനിയുടെ കൂടെ വർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി എൻ്റെ കമ്പനിയുടെ കോൺഫിഡൻഷ്യൽ ഫയൽസൊക്കെ അവൾ എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് ലീക്ക് ചെയ്തു. അങ്ങനെയാണ് എൻ്റെ ജോലി പോയത്. ഇതൊക്കെ അവളുടെ പോസസീവ്നെസ്സും ടോക്സിസിറ്റിയും കാരണമാണെന്ന് ഞാൻ വളരെ വൈകിയാണ് മനസ്സിലാക്കിയത്. ഇത്രയൊക്കെ അവളെ കുറിച്ച് അറിഞ്ഞിട്ട് പിന്നെ നിന്റെ അമ്മയടുത്ത് ഒന്നും പറയാതിരുന്ന എന്താ? അതൊക്കെ അവളുടെ പ്ലേ ആയിരുന്നില്ലേ? അവൾ കൃത്യമായിട്ട് എന്നും അമ്മയെ വിളിച്ച് ബ്രെയിൻ വാഷ് ചെയ്യുമായിരുന്നു. യഥാർത്ഥത്തിൽ അവൾക്ക് അമ്മയോട് സ്നേഹമൊന്നുമില്ലായിരുന്നു. എന്നെ കല്യാണം കഴിക്കണം, അമ്മയുടെ മുമ്പിൽ അവൾ നല്ലൊരു മരുമോളാണെന്ന് വരുത്തി തീർക്കണം, അതിനുള്ള ആക്ടിങ് ആയിരുന്നല്ല. നിന്റെ അമ്മയ്ക്ക് കാശിക്കോ പഴനിക്കോ പോണെങ്കിൽ അവര് പോട്ട്, നീ എന്തിനാ പോകുന്നത്? പിന്നെ പ്രായ അമ്മ ഞാൻ ഒറ്റയ്ക്ക് വിടണോ? അപ്പൊ എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ നിനക്ക് ഒരു കുഴപ്പമില്ല അല്ലേ? എടി, എന്നാ പറ, നിനക്ക് ഞാനാണ് നിന്റെ അമ്മയാണോ വലുത്? പറ പറ. ആര് കൂടെ വന്ന് നിനക്കതടി? എൻ്റെ ജീവിതത്തിൽ നടക്കുന്നൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? സത്യം പറ, അത് നിന്റെ ഓഫീസിലെ അക്കൗണ്ടന്റ് അശ്വതി ഇല്ലേ? അവള് നിന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് സ്റ്റാറ്റസ് ഇട്ടപ്പോഴേ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതാണ് അവൾ ആളത്ര ശരിയല്ല എന്ന്. എന്നിട്ടിപ്പോ എന്തായി? തുടങ്ങി അവളുടെ ഭ്രാന്ത്. അവളല്ലെങ്കിൽ പിന്നെ നീതു ആയിരിക്കും, നിന്റെ കസിൻ നീതു. ആ, ഇപ്പം ഞാനറിയാതെ പുതിയ പുതിയ പെണ്ണാരും ഉണ്ടല്ലേ? നിർത്ത്, ഇറങ്ങ. മേലെ എൻ്റെ മുന്നിൽ ഇനി വന്നോരുത്. ഇറങ്ങി ഇറങ്ങി ഓടി. അതിനിപ്പോ എന്താ, ഇതും കൊള്ളാലോ, ഒരു രസമൊക്കെ ഉണ്ട്. അയ്യോ, ചന്ദനം തൊട്ടില്ലല്ലോ, ഇങ്ങ് വന്നേ. അമ്മ, ഇവിടെ ഇപ്പൊ പറഞ്ഞതൊക്കെ ചുമ്മാതാ. എന്നെ എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി ഇവരിങ്ങനെയൊക്കെ പറയുന്നത്. ഡി ഒരു പൊടിക്ക് അടങ്ങ്. കഴിഞ്ഞ ആഴ്ച നീ കൺസൾട്ടേഷൻ എൻ്റെ അടുത്ത് വന്നത്.
അതിനിടയ്ക്ക് നീ അങ്ങ് പ്രഗ്നന്റ് ആയല്ലേ? അമ്മ, ഇവൾ അമ്മയോട് ഇത്രയും കാലം കാണിച്ച സ്നേഹം അറ്റാച്ച്മെന്റ് ഒക്കെ വെറും അഭിനയമായിരുന്നു. സരണേ, നീ ഇവളെ ക്യാരക്ടർ മനസ്സിലായപ്പോൾ തന്നെ അമ്മയുടെ അടുത്ത് എല്ലാം ഓപ്പൺ ആയിട്ട് പറയണമായിരുന്നു. അല്ലാതെ ഞങ്ങൾ എന്ത് വിചാരിക്കും, റോങ് ആയിട്ട് ജഡ്ജ് ചെയ്യുമെന്ന് പറഞ്ഞ് പറയാതിരുന്നോണ്ടാണ് കാര്യങ്ങൾ ഇപ്പം ഇത്രയും വഷളായത്. ഡേ, നിനക്കിനി മതിയായില്ലേ? ഒന്ന് ഇറങ്ങിപ്പൊടി. എനിക്ക് നിന്നെ വേണം. പലപ്പോഴും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ്ലി പുറത്തു വന്നാലും മറ്റേ വ്യക്തി ഉടനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടു പോകണമെന്നില്ല. ഇവരുടെ ഈ ടോക്സിക് ബിഹേവിയർ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ പുതിയൊരു ബന്ധത്തിലേക്ക് കടന്നാലും നമ്മുടെ ഉള്ളിലൊരു പേടിയാണ്. ഇവരിതൊക്കെ അറിഞ്ഞാൽ ഈ ബന്ധത്തെ തകർക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇത് ഇല്ലാതാക്കുമോ എന്ന്. ഇൻ റിയാലിറ്റി ഈ പേടിയും നമ്മൾ പറയാതെ വയ്ക്കുന്ന പല സത്യങ്ങളുമാണ് ഇത്തരക്കാർ നമുക്കെതിരെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ആയുധമാക്കുന്നത്. നമ്മുടെ പുതിയ പാർട്ട്ണറിനോട് പാസ്റ്റ് റിലേഷൻഷിപ്പിനെ പറ്റിയും അതിലെ മോശപ്പെട്ട അനുഭവങ്ങളെ പറ്റിയും തുറന്നു പറയുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ പൂർണ്ണമായും ട്രാൻസ്പെറൻ്റ് ആയിട്ട് സത്യം പറഞ്ഞാൽ മാത്രമേ നമുക്ക് ലോങ് ടേമിൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ, ജീവിതകാലം മുഴുവൻ ആരെയും പേടിക്കാതെ ജീവിക്കാനും കഴിയും. ഒന്നോർക്ക്, നിങ്ങളെ ശരിക്കും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു അതിനി ആരാണെങ്കിലും നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ പാസ്റ്റിനെ അവർ പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്യും. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. ടോക്സിക് റിലേഷൻഷിപ്പുകളിൽ വീർപ്പ് മുട്ടി ജീവിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തരം വീഡിയോസ് അത്തരം റിലേഷൻഷിപ്പുകളെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനും അതിൽ നിന്ന് പുറത്തു വരാനും പലരെയും സഹായിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്നു.